എല്ലാവർക്കും ക്രേസി ഷെഫ് ബിജു മാത്യൂസിലേക്ക് സ്വാഗതം. സോയ ചങ്ക് ഉപയോഗിച്ച് ബീഫിൻ്റെ ടേസ്റ്റിൽ വരുന്ന ഒരു കറിയാണ് നമ്മളൊന്നും ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി കുറച്ച് സോയാബീൻ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആ സോയാബീൻ നികന്നു വരാൻ പാകത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ചെറു ചൂടുവെള്ളം അതൊന്ന് കുതിർത്താനിടുക. ഒരു 10-15 മിനിറ്റോളം നമ്മളിതിങ്ങനെ കുതിർത്താനിടുക. ആ സമയത്ത് നമുക്ക് ഇത് വഴറ്റാനുള്ള സാധനങ്ങൾ പ്രിപ്പയർ ചെയ്യാം. നമ്മളൊരു പാത്രത്തിൽ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കിത് വഴറ്റാൻ വേണ്ടതായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഈ സമയത്ത് 2 സവോള ചെറുതായി എരിഞ്ഞത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് പെട്ടെന്ന് വേകാൻ വേണ്ടി അതിന് വേണ്ടതായ ഉപ്പ് നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. നന്നായി ഇതൊന്ന് വഴറ്റിയെടുക്കാം. സവോള ചെറുതായി ഒന്ന് വഴണ്ടു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ചെറുതായി എരിഞ്ഞ വെളുത്തുള്ളി 1 ടീസ്പൂൺ, ചെറുതായി എരിഞ്ഞ ഇഞ്ചി 1 ടീസ്പൂൺ, കുറച്ച് കറിവേപ്പില ഇതെല്ലാം ചേർത്ത് വീണ്ടും വഴറ്റിയെടുക്കാം. നമ്മളെപ്പോഴും എണ്ണയിലേക്ക് നമ്മൾ മസാലപ്പൊടികളും അല്ലെങ്കിൽ മുളക് പൊടി അങ്ങനെ ഉള്ള മഞ്ഞൾപ്പൊടി ഇതെല്ലാം നേരെ ചേർക്കുന്നതിലും നല്ലത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് വെള്ളത്തിൽ ചാലിച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ സ്വാദും അതിൻ്റെ കളറ് കരിഞ്ഞു പോകാനുള്ള സാധ്യതകളൊന്നുമില്ല. അപ്പോൾ നമുക്ക് അതിന് വേണ്ട പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ബീഫ് മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അധികമാവരുത്, വെള്ളം കുറച്ച് എടുത്ത് നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ പൊടികളും ഒന്ന് മിക്സ് ചെയ്ത് ചെറിയൊരു കുഴമ്പ് പരുവത്തിൽ നമുക്കെടുക്കാം. സവാള ഒരു പകുതി വയൽ വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മസാല ചേർത്ത് കൊടുക്കാം. നമ്മൾ പേസ്റ്റ് പോലെയാക്കി വെച്ച മസാലകൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ശരിക്കും ഒന്ന് പച്ചമണമൊന്ന് പോകുന്നവരൊന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ചമണം എല്ലാം പോയിട്ടുണ്ട്. 2 തക്കാളി ചെറുതായി കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലെ കാമ്പും കുരുവും എല്ലാം കളഞ്ഞതാണ്. അതിൻ്റെ തോട് മാത്രം എടുത്തത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളിയൊക്കെ ഏറെക്കുറെ വെന്തു. നമ്മൾ ഇനി ഇതിനകത്തേക്ക് ഇത് 1 ടീസ്പൂൺ പെരിഞ്ജീരകവും 1/2 ടീസ്പൂൺ സാജീരകവും കൂടെ നന്നായിട്ട് പൊടിച്ചതാണ് പൊടി ചേർത്ത് കൊടുക്കാം. ഏകദേശം 15 മിനിറ്റ് മുമ്പ് കഴുകി ചൂടുവെള്ളത്തിൽ കുതിർത്തി വെച്ചേക്കുന്ന സോയ ചങ്കാണ്. സോയ ചങ്കും അതിലെ വെള്ളവും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ശരിക്കും ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമ്മൾ കുക്കറിലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് ചെറുതായി ഒന്ന് ഇതായി കഴിയുമ്പോൾ കുക്കറിലേക്ക് മാറ്റാം. നമ്മൾ സോയ ചങ്കും ഇതെല്ലാം നമ്മൾ കുക്കറിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഒരു 4 വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 4 വിസിൽ പോയിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്ത് വയ്ക്കാം. അതിന് ശേഷം നമുക്കിത് താളിച്ചെടുക്കാം. പ്രഷർ കുക്കറിൻ്റെ ഫുൾ പ്രഷറും പോയിട്ടുണ്ട്. കറി നന്നായിട്ട് വെന്തോന്ന് നോക്കാം. ശരിക്കും നല്ല ബീഫ് കറി പോലെ വന്നിട്ടുണ്ട്. നമുക്കിത് താളിച്ചെടുക്കാം. കറി ഒന്ന് താളിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് അല്പം കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിയപ്പോൾ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി, പച്ചമുളക്, ചെറിയ വറ്റൽമുളക്, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. താളിപ്പ് റെഡി ആയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ കറിയിൽ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. നല്ല അടിപൊളി വെജിറ്റേറിയൻകാരുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്.